ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. പിന്നെ നമ്മൾ ഈ ടേസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. അതായത് പൈനാപ്പിൾ പച്ചടിയാണ് ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പച്ചടി പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിന്ന് ഈ ഒരു പൈനാപ്പിൾ പച്ചടി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ള പൈനാപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിന്നിൽ കിട്ടുന്ന സ്ലൈസ് ചെയ്തിട്ട് വരുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്യൂബായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല മധുരം ഉള്ളത് എടുത്താൽ മതി. ഇതിപ്പം ഏകദേശം ഒരു 500 ഗ്രാം വരുന്ന ടിന്നിലുള്ള അത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഷുഗർ സിറപ്പോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങൾ കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്തിട്ട് കൊടുക്കാം, എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 1.25 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. അപ്പോൾ ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. ഈ ഒരു പൈനാപ്പിളൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വന്നതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരു ശകലം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ. എന്നിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ട് വേണം നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ല ഒരു കുക്കറിലൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ മറ്റൊരു പാത്രത്തിൽ തന്നെ ചെയ്യാം, കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. ആ ഒരു പൈനാപ്പിൾ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ 1/2 കപ്പോളം, അതായത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിനാണ് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള തേങ്ങയാണെങ്കിൽ അത് കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം നമ്മുടെ ക്യുമിൻ സീഡ്സ്, അതായത് നമ്മൾ ചെറിയ ജീരകം അതല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും, അതൊരു 1/2 ടീസ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കടുക്, നമ്മൾ പച്ചടി ചെയ്യുമ്പം കടുക് അരച്ച് ചേർക്കുന്നതാണ്, അതായത് മസ്റ്റാർഡ് സീഡ്സ്, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും നല്ല എരിവുള്ള 2 പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എരിവിന് ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാണ്, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളത് അരച്ചെടുക്കരുത്. 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ അത് അരച്ചെടുത്തിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ 2 വിസിലൊക്കെ വന്നതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റീമൊക്കെ പോയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുക്കർ എല്ലാം കൂടെ ആകുമ്പോൾ കുക്കർ ഒഴിവാക്കിയിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഈ ഒരു പൈനാപ്പിൾ പീസസിൽ ഒരുപാട് വലുതായിട്ട് കാണുന്ന പൈനാപ്പിൾ പീസസൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നാക്കി പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഒത്തിരി വലുതായിട്ടുള്ളതൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഷുഗർ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്ക് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്തിയാലും മതി. ശർക്കര ചേർക്കുമ്പോൾ നമുക്കതിൽ അഴുക്കുണ്ടാവും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഷുഗർ തന്നെ ചേർത്തിട്ട് നിങ്ങളുടെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു പൈനാപ്പിളിൻ്റെ മധുരം അതിൻ്റെ കൂടെ ഷുഗർ കൂടെ ചേർത്തിയപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ മിക്സ്, അതായത് ജീരകവും കടുകും പച്ചമുളകൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തുള്ള ഒരു തേങ്ങയുടെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും തന്നെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു തേങ്ങ കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ 1-2 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ തിള വരുന്ന കാണാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പച്ചടി ഒന്നിങ്ങനെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവുന്നത് കൂടെ കാണാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൂടെ നോക്കുക അത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് അത്യാവശ്യം കുറച്ച് പുളിയുള്ള തൈരാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന തൈരിന് എല്ലാവർക്കും അറിയാം, നല്ല കട്ടിയായിട്ട് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തലേ ദിവസം തന്നെ എടുത്തിട്ട് കുറച്ച് ചൂടുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊന്ന് പുളി കൂടി കിട്ടും.
എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് തന്നെ 1/4 കപ്പ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂണോളൊക്കെ നമ്മുടെ കട്ടിയായിട്ടുള്ള തൈര് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ പുളി കൂടെ നോക്കിയിട്ട് വേണം നിങ്ങളത് ചേർക്കാൻ. ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഇത്രക്കൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു തൈര് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ട് ചില ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് നന്നായിട്ട് ചൂട് വന്നിട്ടുണ്ട്, ഇത്രയും മതി. അപ്പം ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഈ ഒരു ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കടുക് താളിക്കണം. ഇനി നമുക്കിത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് 2-3 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഇത് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളും ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് ഈ പുറത്തുള്ളവർക്കൊക്കെ ഫ്രഷ് ആയിട്ട് നല്ല പൈനാപ്പിൾ കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ടിന്നിൽ കിട്ടുന്ന പൈനാപ്പിൾ സ്ലൈസസ് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കളറ്. മറ്റേത് ഞാനവിടെ സ്റ്റൗവിൻ്റെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് കളറ് കാണാൻ പറ്റാത്തത്. നല്ല കളറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു.